Good morning, everyone. പ്രിയപ്പെട്ട കോർഡിനേറ്റർ സുഹൃത്ത് മുനീർ സർ, സി വിഷൻ ഡയറക്ടർ നൂസിയ മാം, സീനത്ത് മുനീർ, ജഷീറ മുഹമ്മദ് ആൻഡ് ഷമീമ ഷാജിർ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വിഷയം അഡാപ്റ്റ് സ്മാർട്ട് എന്ന വിഷയത്തിലാണ്. സിജിയുടെ ഡി വിഷൻ, ഇത്തരം വളരെ മനോഹരമായ ഡെയിലി വിഷൻ എന്ന് പറയുന്ന ഈ ഒരു പ്രോഗ്രാമിൽ സംബന്ധിക്കാനും നിങ്ങളോടൊക്കെ സംവദിക്കാനും സാധിച്ചതിൽ വളരെയധികം സന്തോഷം രേഖപ്പെടുത്തുന്നു, സ്നേഹം അറിയിക്കുന്നു. ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വിഷയത്തെക്കുറിച്ച് വളരെ കുറഞ്ഞ വാക്കുകളിൽ പ്രതിപാദിക്കാം. അഡാപ്റ്റ് സ്മാർട്ട്. നമ്മളറിയാം, ഈ ലോകം വളരെ ഫാസ്റ്റായിട്ട് മാറിക്കൊണ്ടിരിക്കും, ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ചേഞ്ചിങ് വേൾഡിലാണ് നമ്മൾ. അതിനെ വുക്ക പീരീഡ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. വൊളാറ്റിലിറ്റി, അൺസർട്ടനിറ്റി, അല്ലേ? അതുപോലെ തന്നെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന കാലഘട്ടമാണ്. ഇത്തരം വുക്ക പീരീഡിലൂടെ നമ്മളിങ്ങനെ ഫാസ്റ്റായിട്ട് ചേഞ്ചിങ് വേൾഡിലൂടെ, ഈ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ലോകത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ നമ്മളും അതിനനുസരിച്ച് മാറുക എന്ന ഒരു തത്വമാണ് സ്വീകരിക്കേണ്ടത്. അതിനു വേണ്ടിയാണ് ആ ടോപ്പിക് സെലക്ട് ചെയ്തിട്ടുള്ളത്. അഡാപ്റ്റ് സ്മാർട്ട് അല്ലെങ്കിൽ ഫ്ലെക്സിബിലിറ്റി ആൻഡ് അഡാപ്റ്റബിലിറ്റി എന്ന 21ാം നൂറ്റാണ്ടിലെ ശേഷികൾ. നമുക്കറിയണം, 21ാം നൂറ്റാണ്ടിലെ ശേഷികൾ എന്ന് പറഞ്ഞാൽ WHO-യും യുനെസ്കോയും ഒക്കെ ഈ വളർന്നു വരുന്ന തലമുറക്കും നിലവിലുള്ള തലമുറക്കും ഒക്കെ വരുന്ന സിറ്റുവേഷൻസിനനുസരിച്ച് കോപ്പപ്പ് ചെയ്യാൻ, വരുന്ന സിറ്റുവേഷൻസ് അനുസരിച്ച് അതിജീവിച്ച് മുന്നോട്ട് കയറിപ്പോകാൻ വേണ്ടി ഉണ്ടാക്കി വച്ച കുറേ ശേഷികളുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട 3 ശേഷികളാണ് ലേണിംഗ് സ്കില്ലും, ലിറ്ററസി സ്കില്ലും ആൻഡ് ലൈഫ് സ്കില്ലും. ഈ ലൈഫ് സ്കില്ലിലെ ജീവിത നൈപുണികൾ എന്ന് വിശേഷിപ്പിക്കുന്ന, 21ാം നൂറ്റാണ്ടിലെ ശേഷികൾ എന്ന് വിശേഷിപ്പിക്കുന്ന ജീവിത നൈപുണികളിലെ ആദ്യത്തെ സ്കില്ലാണ്, ശേഷിയാണ് ഫ്ലെക്സിബിലിറ്റി ആൻഡ് അഡാപ്റ്റബിലിറ്റി എന്ന് പറയും. നമ്മൾ ഫ്ലെക്സിബിൾ ആവണം, അഡാപ്റ്റബിൾ ആവണം. അതുകൊണ്ടാണ് അഡാപ്റ്റ് സ്മാർട്ട് എന്ന് പറയുന്ന ഒരു ടൈറ്റിൽ അതിന് നിർദ്ദേശിച്ചത്. എന്താണ് ഫ്ലെക്സിബിലിറ്റി അല്ലെങ്കിൽ അഡാപ്റ്റബിലിറ്റി എന്ന് പറഞ്ഞാൽ? ഫ്ലെക്സിബിലിറ്റി ഈസ് ദ എബിലിറ്റി ടു അഡ്ജസ്റ്റ് our thoughts, emotions, behaviors and activities when situation change. നമ്മൾ വളർന്നു വരുന്ന അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്ന സാഹചര്യത്തിനനുസരിച്ച് അല്ലെങ്കിൽ പുതിയ കാലഘട്ടത്തിനനുസരിച്ച് വരുന്ന മാറ്റങ്ങൾ, ആ മാറ്റങ്ങൾക്ക് മാറ്റമുണ്ടാകുമ്പോൾ നമ്മുടെ ചിന്തകൾ, നമ്മുടെ തോട്ട്സ്, അതുപോലെ തന്നെ നമ്മുടെ ഇമോഷൻസ്, നമ്മുടെ വികാരങ്ങൾ, അതുപോലെ നമ്മുടെ സ്വഭാവം, പെരുമാറ്റം, ക്യാരക്ടറും ബിഹേവിയറും ഒക്കെ, പെരുമാറ്റവും അതുപോലെ തന്നെ സ്വഭാവവും, അതുപോലെ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളിലുമൊക്കെ മാറ്റമുണ്ടാവുക എന്നുള്ളതാണ് ഫ്ലെക്സിബിലിറ്റി ഓർ അഡാപ്റ്റബിലിറ്റി. അതിനനുസരിച്ച് കോപ്പപ്പ് ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുക എന്നുള്ളതാണ് സ്മാർട്ടായി നമ്മൾ ആ കാര്യത്തെ അഡാപ്റ്റ് ചെയ്യുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതെന്തിനാണ് നമ്മൾ അങ്ങനെ മാറുന്നത്? അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഫാസ്റ്റ് ചേഞ്ചിങ് വേൾഡിലാണ്. ഒരു പക്ഷേ നമ്മൾ ഈ ക്ലാസ്സുകൾ നിരന്തരമായി അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും, നമ്മൾ ജീവിക്കുന്നത് വുക്ക പീരീഡിലാണെന്ന്, അല്ലേ? ഈ വുക്ക പീരീഡിൽ ഉണ്ടാകുന്ന അൺകണ്ടീഷണൽ ആയിട്ടുള്ള ചേഞ്ചസ്, മാറ്റങ്ങൾ നമ്മൾ മനസ്സിലാകാതെ പെട്ടെന്ന് മാറിപ്പോകുന്നു. ഒരു അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം, ഒരു പ്രൊഫഷണലിനെ സംബന്ധിച്ചിടത്തോളം, ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം, ഈ നാട്ടിൽ വരുന്ന ഓരോ കാര്യങ്ങളിലും ഉണ്ടാകുന്ന പെട്ടെന്നുള്ള മാറ്റങ്ങൾ, ആ മാറ്റത്തിനനുസരിച്ച് നമ്മൾ കോപ്പപ്പ് ചെയ്തു പോയിട്ടില്ലെങ്കിൽ, അധ്യാപക പരിശീലകൻ അല്ലെങ്കിൽ ടീച്ചേഴ്സ് ട്രെയിനർ എന്നുള്ള നിലക്ക് പലപ്പോഴും നമ്മൾ ആലോചിക്കാറുണ്ട് ഈ AI-യുടെ കടന്നുകയറ്റം. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉണ്ടാകുമ്പോൾ നമ്മൾ കൊടുക്കുന്ന അസൈൻമെൻറ്റുകൾ, നമ്മൾ കൊടുക്കുന്ന മറ്റുള്ള പ്രവർത്തനങ്ങളിലൊക്കെ OpenAI ഉൾപ്പെടെയുള്ള ChatGPT ഉൾപ്പെടെയുള്ള ടൂൾസുകളെ, അതിനേക്കാൾ അപ്പുറമുള്ള ടൂൾസുകളുണ്ട്. ആ ടൂൾസുകളെ നമ്മൾ ഉപയോഗിച്ച് കുട്ടികൾ ചെയ്തു വരുമ്പോൾ അതിനെ പ്രതിരോധിക്കാനും അതിനെ മനസ്സിലാക്കാനുമുള്ള കപ്പാസിറ്റിയിലേക്ക്, അഡാപ്റ്റബിലിറ്റിയിലേക്ക് ടീച്ചേഴ്സ് മാറേണ്ടതുണ്ട്. അതുപോലെ തന്നെയാണ് പ്രൊഫഷണൽസ് ആയ ആളുകളും. നമുക്കറിയാം, റീസെൻ്റായി കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് ആയിട്ടുള്ള ഒരുപാട് ആളുകളിലേക്ക് ജോലി നഷ്ടപ്പെട്ട വാർത്തയൊക്കെ നമ്മൾ വായിച്ചതാണ്. കാരണം ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ചെയ്യേണ്ട പണി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ചെയ്യുന്നു എന്ന് ആ ഒരു കാലഘട്ടത്തിലാണ്. അതുകൊണ്ട് ഫാസ്റ്റ് ചേഞ്ചിങ് വേൾഡിൽ
നമ്മൾ അഡാപ്റ്റബിൾ അല്ലെങ്കിൽ, നമ്മൾ ഫ്ലെക്സിബിൾ അല്ലെങ്കിൽ, നമുക്ക് പുറകെ വരുന്നവർ അത് എടുത്തു പോകുമെന്നുള്ളൊരു സത്യാവസ്ഥ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ടെക്നോളജി ഡ്രിവൺ ആണ്. നമ്മളിപ്പോൾ ഇന്ന് ഈ പോസ്റ്റ് കോവിഡ് കാലഘട്ടത്തിൽ നമുക്കറിയാം, നമ്മളൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ടെക്നോളജിയുടെ, സാങ്കേതിക വിദ്യയുടെ സഹായത്തോടു കൂടിയാണ്. ഈവൻ ഒരു പെട്ടിക്കടയിൽ പോലും ഗൂഗിൾ ജിപേ ഇല്ലാത്ത ഒരു ജിപേ ഉണ്ടായിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ടെക്നോളജി ഡ്രിവൻ ആണ്. അതുപോലെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ അൺസർട്ടനിറ്റിയുടെ, എന്താണ് നാളെ സംഭവിക്കാൻ പോകുന്നത്, എന്ത് ചേഞ്ചാണ് നമ്മുടെ ഈ ലോകത്ത് സംഭവിക്കാൻ പോകുന്നത് എന്നറിയാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന, മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ അതിനനുസരിച്ച് മാറുക എന്നുള്ള, അല്ലെങ്കിൽ മാറുക എന്ന വാക്കിനേക്കാൾ അപ്പുറം നമ്മൾ അഡാപ്റ്റബിൾ ആവുക എന്നുള്ള, അല്ലെങ്കിൽ ഫ്ലെക്സിബിൾ ആവുക എന്നുള്ള ഒരു ഒരു ചിന്തയിലേക്ക്, ഒരു തത്വത്തിലേക്ക് നമ്മൾ മാറേണ്ടിയിരിക്കുന്നു, പോകേണ്ടിയിരിക്കുന്നു എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് WHO-യും NCERT-യും SCERT-യും, ഞാൻ ഈ പേര് പരാമർശിക്കുന്നത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, നാഷണൽ കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ്, സ്റ്റേറ്റ് കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ്, ഇവരൊക്കെ ഈ സ്കില്ലിനെ കുട്ടികളിലേക്ക് എത്തിക്കാം, അതിനോടൊപ്പം തന്നെ ടീച്ചേഴ്സിനും മറ്റുള്ള അവരുടെ സമൂഹത്തിലേക്കുമൊക്കെ എത്തിക്കാനുള്ള പ്രവർത്തന പദ്ധതികളൊക്കെ രൂപീകരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽപ്പെട്ട ഒരു ലൈഫ് സ്കില്ലാണ്, അല്ലെങ്കിൽ ഒരു ജീവിതശേഷിയാണ് അഡാപ്റ്റബിലിറ്റി എന്ന് പറയുന്നത്. ഇതിനെ നമുക്ക് വേണമെങ്കിൽ 4ആയി തിരിക്കാം. ഈ ഫ്ലെക്സിബിലിറ്റിയെ അല്ലെങ്കിൽ അഡാപ്റ്റബിലിറ്റിയെ, മറ്റുള്ളവരെ നമ്മുടെ സിറ്റുവേഷൻസ് അനുസരിച്ച് മാറാൻ, നമ്മുടെ ചിന്തകളെ, നമ്മുടെ വികാരങ്ങളെ, നമ്മുടെ പെരുമാറ്റത്തെ, നമ്മുടെ സ്വഭാവത്തെ, നമ്മുടെ പ്രവർത്തനങ്ങളെ ഒക്കെ മാറ്റാൻ വേണ്ടി 4 തരത്തിൽ വേണമെങ്കിൽ അതിനെ ക്ലാസിഫൈ ചെയ്യാം, തരം തിരിച്ചിട്ടുണ്ട്. 1 കോഗ്നിറ്റീവ് ഫ്ലെക്സിബിലിറ്റിയാണ്, 2 ഇമോഷണൽ ഫ്ലെക്സിബിലിറ്റിയാണ്, 3-മത്തത് ബിഹേവിയറൽ ഫ്ലെക്സിബിലിറ്റിയാണ്, 4-മത്തത് സോഷ്യൽ ഫ്ലെക്സിബിലിറ്റിയാണ്. ചെറിയ ഉദാഹരണങ്ങളിലൂടെ നമുക്ക് ഈ ടേമുകൾ മനസ്സിലാക്കാം. എന്താണ് കോഗ്നിറ്റീവ് ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത്? നമുക്ക് ബുദ്ധിപരമായി ഫ്ലെക്സിബിൾ ആവാൻ സാധിക്കണം. പല സ്ഥലങ്ങളിലും നമ്മൾ സ്ട്രാറ്റജി, എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ടെക്നിക്സിൽ മാറ്റം വരുത്തുമ്പോൾ നമുക്ക് ബുദ്ധിപരമായി ചിന്തിച്ച് അതിൽ അഡാപ്റ്റബിൾ ആവാൻ സാധിക്കണം. അതുകൊണ്ടാണ് പല ബിസിനസ് സ്ഥാപനങ്ങളും ബിസിനസ് സംരംഭങ്ങളും ഒക്കെ കാലത്തിനനുസരിച്ച് മാറുന്നത്. നമുക്കറിയാം, ഇപ്പോൾ ഈ ചില ക്രീമുകളൊക്കെ ഉപയോഗിക്കുന്നതിൻ്റെ അതിൻ്റെ സൈസ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ആ ക്രീമുകളുടെ അത് ഓപ്പൺ ചെയ്യുന്ന അതിൻ്റെ മൗത്തിൻ്റെ സൈസൊക്കെ കൂട്ടുന്ന ഒരു പ്രവണത കുറച്ചു കാലമായി നമ്മൾ, അത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഇത് പെട്ടെന്ന് അപ്പൊ കൺസ്യൂമറിനെ പറ്റിക്കുക എന്നതിനപ്പുറം അത് വേഗം ഫാസ്റ്റായിട്ട് ബിസിനസ് നടക്കുക എന്നുള്ളൊരു ചിന്ത കൂടിയും ബിസിനസ് പേഴ്സൺസിന് ഉണ്ടാകുന്നുണ്ട്. അപ്പൊ അവിടെ സ്ട്രാറ്റജി, ഇപ്പൊ ടീച്ചറുടെ പെർസ്പെക്റ്റീവിൽ എടുത്ത് ചിന്തിച്ചു നോക്കിയാലോ, ഒരു ടീച്ചർ AI-യുടെ കാലഘട്ടത്തിലൂടെ പോകുമ്പോൾ ഒരു ലെസൺ പ്ലാൻ പ്രിപ്പയർ ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു ടീച്ചിങ് നോട്ട് പ്രിപ്പയർ ചെയ്യാൻ, അതല്ലെങ്കിൽ ഒരു ട്രെയിനിങ് നോട്ട് പ്രിപ്പയർ ചെയ്യാൻ, അതല്ലെങ്കിൽ ഒരു മാർക്ക് അസസ്മെന്റ് പ്രിപ്പയർ ചെയ്യാനും ഒക്കെ AI ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവിടെ ആ കുട്ടികൾ മാറുമ്പോൾ, കുട്ടികളുടെ ചിന്തകൾ മാറുമ്പോൾ, കുട്ടികളുടെ ബുദ്ധിപരമായ കാര്യങ്ങളിലേക്ക് മാറുമ്പോൾ, ഒരു വർക്ക് ചെയ്യുന്ന പ്രൊഫഷണൽ ആവട്ടെ, ബിസിനസ്മാൻ ആവട്ടെ, ടീച്ചർ ആവട്ടെ, അവരൊക്കെ അവരുടെ കോഗ്നിറ്റീവ് ലെവലിലുള്ള ബുദ്ധിപരമായ തീരുമാനങ്ങളിൽ മാറ്റം വരുത്താനുള്ള ഒരു സ്ട്രാറ്റജിക് ഡിസിഷൻസ് എടുക്കാനുള്ള കഴിവുണ്ടാവുക എന്നുള്ളതാണ് കോഗ്നിറ്റീവ് ഫ്ലെക്സിബിലിറ്റി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പൊ കോഗ്നിറ്റീവ് ഫ്ലെക്സിബിലിറ്റി വേണ്ട ഒരു ഘടകമാണ്. രണ്ടാമത്തേതൊന്ന് ഇമോഷണലാണ്, വൈകാരികമായ ഫ്ലെക്സിബിലിറ്റി. ഇന്ന് നമുക്കറിയാം, ന്യൂസ് പേപ്പർ ആവട്ടെ, ദൃശ്യമാധ്യമങ്ങളാവട്ടെ, അതുപോലെ മറ്റു സോഷ്യൽ മീഡിയ, സാമൂഹ്യ മാധ്യമങ്ങളാവട്ടെ, നമ്മൾ അതിലൊക്കെ പരിശോധിക്കുമ്പോൾ ഒരു ദിവസം ഒരു ആത്മഹത്യയെങ്കിലും ഇല്ലാത്ത ദിവസം വളരെ കുറവാണ്. അതും 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി. എന്തിനാണെന്ന് ചോദിച്ചാൽ വളരെ നിസ്സാരമായ കാര്യങ്ങൾക്ക്. നമ്മുടെ മെന്റൽ ഹെൽത്ത് എവിടെ നിൽക്കുന്നു എന്നുള്ളതാണ്. മാനസികമായ ആരോഗ്യം നമ്മുടെ കുട്ടികളുടെ, വളർന്നു വരുന്ന ആളുകളുടെ, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത ഒരു സ്ത്രീയാണ് 2 ദിവസം മുമ്പ് ആത്മഹത്യ ചെയ്ത വാർത്ത നമ്മുടെ മുന്നിലൂടെ കടന്നുപോയത്. എന്തുകൊണ്ടായിരിക്കാം ഇത്തരത്തിൽ പെട്ടെന്ന് മനുഷ്യന്മാര്, അല്ലെങ്കിൽ കൂടുതൽ ആത്മഹത്യാ പ്രവണത കൂടിക്കൊണ്ടുവരുന്നത്? ഇപ്പോൾ നമുക്കറിയാം, വർത്തമാന കാലഘട്ടത്തിൽ ഇലക്ഷനോടനുബന്ധിച്ച് സീറ്റ് കിട്ടാത്തതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്ന വാർത്തയാണ്. അതൊക്കെ പ്രായപൂർത്തിയായ, മെച്ചേർഡായി എന്ന് നമ്മൾ വിശ്വസിക്കുന്ന, പക്ഷേ മെന്റലി മെച്ചേർഡ് ആവാത്ത ആളുകളുള്ള ഒരു കാലഘട്ടത്തിലാണ്.
എന്തായിരിക്കാം കാരണം? അപ്പൊ പരാജയപ്പെടുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ തിരസ്കരിക്കപ്പെടുമ്പോൾ ഇമോഷണലി അവിടെ ഡിസിഷൻ എടുക്കുന്നതാണല്ലോ ഈ സൂയിസൈഡ് ടെൻഡൻസി ഒക്കെ ഉണ്ടാകുന്നത്. ആ ഇമോഷണലി ഡിസിഷൻ എടുക്കുന്നതിൽ നിന്ന് മാറി ഇന്റലക്ച്വലി ഡിസിഷൻ എടുക്കാനുള്ള ഫ്ലെക്സിബിലിറ്റിയിലേക്ക്, അഡാപ്റ്റബിലിറ്റിയിലേക്ക് നമ്മൾ മാറുക എന്നുള്ളതിനെയാണ് വൈകാരികമായ ഫ്ലെക്സിബിലിറ്റി അല്ലെങ്കിൽ ഇമോഷണൽ ഫ്ലെക്സിബിലിറ്റി എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പൊ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒന്നാമത്തത് കോഗ്നിറ്റീവ് ഫ്ലെക്സിബിലിറ്റി. നിങ്ങൾക്കും ഒട്ടനവധി ഉദാഹരണങ്ങൾ ഈ വൈകാരികമായ ഫ്ലെക്സിബിലിറ്റി ഉണ്ടാകുന്നതിന് നമുക്ക് പറയാൻ പറ്റും. നമുക്ക് ഇമോഷൻസ് ഉണ്ടാകുമ്പോൾ ആ ഇമോഷൻസിനെ കോപ്പ് അപ്പ് ചെയ്യുക, അതൊരു വേറൊരു ലൈഫ് സ്കിൽ കൂടിയാണല്ലോ, കോപ്പ് അപ്പ് വിത്ത് ഇമോഷൻസ് എന്ന് പറയും. പക്ഷെ ആ ഇമോഷൻസിനനുസരിച്ച് നമ്മൾ മാറുക എന്നുള്ളതാണ് ഇമോഷണൽ ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത്. മൂന്നാമത്തെ അതിൽ പറയുന്നത് ബിഹേവിയറൽ ഫ്ലെക്സിബിലിറ്റിയാണ്. അതായത് നമ്മൾ ഓരോ ആളുകളുമായിട്ട് ഇടപഴകുന്നത് വ്യത്യസ്ത തരത്തിലുള്ള ആളുകളാണ്. ഇപ്പോൾ ജെൻസി എന്ന് പറയുന്ന പുതിയ തലമുറ, അതിനുശേഷം വരുന്ന ആൽഫ ജനറേഷൻ, ഈ 2025 മുതൽ ജനിച്ചു വരുന്ന ബീറ്റ ജനറേഷൻ, ഇവരുമായിട്ടൊക്കെ ഇടപഴകുമ്പോൾ അവരുടെ സ്ട്രാറ്റജി, അവരുടെ കമ്മ്യൂണിക്കേഷൻ, അവർ നമ്മളുമായിട്ട് ഇടപഴകുന്ന രീതിയിലൊക്കെ വ്യത്യാസമുണ്ട്. നമ്മൾ പണ്ട് കാലത്ത് അങ്ങനെയായിരുന്നു, ഞാൻ ജീവിച്ചിരുമ്പോൾ ഇങ്ങനെയായിരുന്നു, ഞാൻ ഇടവഴിയിലൂടെയാണ് സഞ്ചരിച്ചത്, ഞാൻ പാടത്തുകൂടെയാണ് സ്കൂളിലോട്ട് പോയത്, ഞാൻ 4 കിലോമീറ്റർ നടന്നാണ് സ്കൂളിൽ എത്തിയത്. ഇന്നത്തെ എൻ്റെ മക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഞാൻ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടുണ്ട്, അല്ലെ? അവർക്ക് നടക്കേണ്ട ആവശ്യമില്ല, വീടിന് മുന്നിൽ വണ്ടി വരുന്നൊരു സാഹചര്യമാണല്ലോ. എന്നിട്ടും ഇവരെന്താ ഇങ്ങനെ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ആലോചിക്കുക, നമ്മുടെ മക്കൾ മാത്രമല്ല, നമ്മുടെ പരിസരത്തുള്ള, നമ്മളോട് തൊട്ടടുത്തുള്ള എല്ലാ ഗവൺമെന്റ് സ്കൂളിലും പ്രൈവറ്റ് സ്കൂളിലും ഒക്കെ പഠിക്കുന്ന എല്ലാ മക്കളും ആ തരത്തിലേക്ക് വണ്ടിയിലേക്ക് പോകുന്ന കാലഘട്ടത്തിലാണ്. ഇടവഴിയില്ലാതെ എല്ലാ ഇടവഴികളും റോഡായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ടെക്നോളജി ഇല്ലാത്ത കാലഘട്ടത്തിൽ ജനിച്ചു വീഴുന്ന കുട്ടി 1 വയസ്സ് മുതൽ അല്ലെങ്കിൽ 6 മാസം മുതൽ തന്നെ ടെക്നോളജി കണ്ട് അതിൽ ഭക്ഷണം കഴിക്കാൻ പോലും അതിൻ്റെ സഹായം തേടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ കാണുന്ന മക്കൾ, അതാണ് ചെറിയ കാലഘട്ടത്തിലുള്ള ഇനിയിപ്പോൾ ജനിച്ചു വീഴുന്ന ബീറ്റ ജനറേഷൻ ആവട്ടെ, അല്ലെങ്കിൽ 2025 വരെ, 2014-15 മുതൽ അല്ലെങ്കിൽ 2012 മുതൽ 2025 വരെയുള്ള ആൽഫ ജനറേഷൻ ആവട്ടെ, അതിനു മുമ്പുള്ള ജെൻസി ആവട്ടെ, അല്ലെങ്കിൽ അതിനു മുമ്പുള്ള വൈ ജനറേഷൻ ആവട്ടെ, ആരുമായാലും ആ ജനറേഷനിലുള്ള സംസാരിക്കുന്ന ഗ്യാപ്പ്. ഇന്നലെ എവിടെയോ കണ്ടൊരു റീലിന്റെ ഭാഗമാണ് 90 കിഡ്സ് അനുഭവിച്ച, അല്ലെങ്കിൽ 80-90 കിഡ്സ് അനുഭവിച്ചു വന്ന എല്ലാ കാര്യങ്ങളും ഇന്നത്തെ കിഡ്സ് അനുഭവിക്കുന്നില്ല. പക്ഷെ അവർ വേറെ തരത്തിലുള്ള കാര്യങ്ങൾ അനുഭവിക്കുന്നുണ്ട്, വേറെ തരത്തിലുള്ള കാര്യങ്ങൾ കാണുന്നുണ്ട്. അവര് ഒരു പക്ഷേ നമ്മളെക്കാൾ നോളേജ് അക്വയർ ചെയ്യുന്നുണ്ട് ചെറിയ പ്രായത്തിൽ തന്നെ. അത്തരത്തിലുള്ള ആളുകളോട് നമ്മൾ പെരുമാറുമ്പോൾ, അത്തരത്തിലുള്ള ആളുകളോട് നമ്മൾ സംവദിക്കുമ്പോൾ നമ്മുടെ ബിഹേവിയറിൽ ഉണ്ടാവേണ്ട ഫ്ലെക്സിബിലിറ്റിയാണ് മൂന്നാമത്തെ ഫ്ലെക്സിബിലിറ്റി. അതിനെ വിളിക്കുന്ന പേരാണ് ബിഹേവിയറൽ ഫ്ലെക്സിബിലിറ്റി. മറ്റൊരു കാര്യം, നാലാമത് സോഷ്യൽ ഫ്ലെക്സിബിലിറ്റിയാണ്. സാമൂഹ്യപരമായ ചുറ്റുപാട് എന്ന് പറയുന്നത് ഇന്ന് നമ്മുടെ വീടിന് ചുറ്റും കാണുന്ന 40 വീടുകളോ 50 വീടുകളോ അല്ല. നാലാമത്തെ ഫ്ലെക്സിബിലിറ്റിയാണ് പറയുന്നത്. 40 വീടുകളോ 50 വീടുകളോ അല്ലെങ്കിൽ 100 വീടുകളോ 200 വീടുകളോ അല്ല. ഇന്ന് വീടിനകത്ത് ഞാനിരുന്ന് സംവദിക്കുമ്പോൾ ഒരു പക്ഷേ വിദേശത്തിരുന്ന് പോലും കൂടുന്ന ഒരു കൂട്ടായ്മയുടെ ഭാഗമായിട്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ ഇരുന്ന് സംവദിക്കുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കുക, ഇത് സോഷ്യലി എന്ന് പറയുന്നത് ഒരു ഗ്ലോബലി കണക്റ്റഡ് ആണ്. ഒരുപക്ഷെ അമേരിക്കക്കാരന്റെ കൾച്ചറും അല്ലെങ്കിൽ UK-കാരന്റെ കൾച്ചറും ന്യൂസിലൻഡുകാരന്റെ കൾച്ചറും ഓസ്ട്രേലിയക്കാരന്റെ കൾച്ചറും അടുത്തറിയുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ സോഷ്യലി എന്ന് പറയുന്നത് ഗ്ലോബലി കണക്റ്റഡ് ആയ ഒരു പീപ്പിളാണ്. അപ്പൊ അത്തരത്തിൽ ലോകത്തെ മുഴുവൻ കണക്ട് ചെയ്ത ആ ഒരു സിസ്റ്റത്തിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ സോഷ്യലി ഫ്ലെക്സിബിൾ ആയിരിക്കണം. അതെന്താ അങ്ങനെ, അതെന്താ ഇങ്ങനെ? അത് സംസ്ഥാന തലത്തിലാണെങ്കിലും നമുക്ക് ഇന്ന് കണക്ട് ചെയ്യാൻ പറ്റും. ഇന്ത്യ മഹാരാജ്യം എന്ന് പറയുന്ന ഒരു രാജ്യത്ത് നമ്മൾ ജീവിക്കുമ്പോൾ കശ്മീർകാരനും കന്യാകുമാരിക്കാരനും തമ്മിൽ സംവദിക്കാൻ ഈസി ആയ ഒരു കാലഘട്ടത്തിലാണ്, അല്ലെങ്കിൽ സംവദിക്കുന്ന, ക്ലാസ്സുകൾ എടുക്കുന്ന, അല്ലെങ്കിൽ അങ്ങോട്ട് പോകാതെ തന്നെ നമ്മൾ സംവദിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇരിക്കുമ്പോൾ സാമൂഹ്യപരമായി അഡാപ്റ്റബിലിറ്റി, ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പൊ ഈ 4 തരത്തിലാണ് ഫ്ലെക്സിബിലിറ്റിയെ തരംതിരിച്ചിട്ടുള്ളത്, അഡാപ്റ്റബിലിറ്റിയെ തരംതിരിച്ചിട്ടുള്ളത്. ഒന്നെന്താണ് കോഗ്നിറ്റീവ് ഫ്ലെക്സിബിലിറ്റി, മറ്റൊന്നെന്താണ് ഇമോഷണൽ ഫ്ലെക്സിബിലിറ്റി, മറ്റൊന്നെന്താണ് ബിഹേവിയറൽ ഫ്ലെക്സിബിലിറ്റി, നാലാമത്തത് സോഷ്യൽ ഫ്ലെക്സിബിലിറ്റി. ഇനി
എന്തുകൊണ്ടാണ് ഇതൊക്കെ കേരള കോണ്ടെക്സ്റ്റിലും അല്ലെങ്കിൽ ഗ്ലോബലി കോണ്ടെക്സ്റ്റിലും ഒക്കെ ഒരു വേൾഡ് കോണ്ടെക്സ്റ്റിലും വേണമെന്ന് നമ്മൾ ആവശ്യപ്പെടുന്നത്, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്നത്? കാരണം കേരളീയരാണ് ഏറ്റവും കൂടുതൽ മൈഗ്രേഷൻ ഉള്ള ആളുകൾ എന്നാണ് പൊതുവെ പറയപ്പെടാറുള്ളത്. കണക്കുകളും അങ്ങനെ തന്നെയാണ്. ഇപ്പോഴത്തെ മൈഗ്രേഷൻ എന്ന് പറയുന്നത് ഒരു പക്ഷേ GCC കൺട്രീസിന് അപ്പുറം മറ്റുള്ള രാജ്യങ്ങളിലേക്ക് മൈഗ്രേഷൻ നടത്തുന്ന ആളുകളാണ്. അപ്പോൾ പോകുന്ന ആളുകൾ അവർ വർക്ക് ചെയ്യുന്ന സ്പേസിൽ, അവർ വർക്ക് ചെയ്യുന്ന ആളുകളിൽ, അല്ലെങ്കിൽ വർക്ക് കാണുന്ന ആളുകൾ, അവരെ മനസ്സിലാക്കാനും അവരോടൊപ്പം സഞ്ചരിക്കാനും അവരുടെ സ്വഭാവത്തിനനുസരിച്ച് നമ്മുടെ സ്വഭാവത്തെ മാറ്റാനും ഒക്കെയുള്ള ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവണം. അതുകൊണ്ടാണ് ഒരു കാരണം അതുകൊണ്ട് അതിന് പറയുന്നത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ടെക്നോളജി ഡ്രീവൺ, അതിനനുസരിച്ച് മാറണം. മൂന്നാമത്തെ ഒരു കാരണം എന്തുകൊണ്ടാണ് നമ്മൾ ഈ കോണ്ടെക്സ്റ്റിൽ പറയുന്നതെന്ന് ചോദിച്ചാൽ, നമ്മുടെ ക്ലൈമറ്റ് അടക്കം ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് നിരന്തരമായി ഉണ്ടാകുന്ന ഫ്ലഡ്, നമുക്കറിയാം, വെള്ളപ്പൊക്കവും അതുപോലെ തന്നെ മറ്റു മണ്ണിടിച്ചിലും ലാൻഡ് സ്ലൈഡിങ്ങും ഒക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ. അപ്പോൾ അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അതിനെ കോപ്പപ്പ് ചെയ്യാനുള്ള അഡാപ്റ്റബിലിറ്റി, അതിനെ നേരിടാനും അതിനെ സഹായിക്കാനും, അതൊക്കെ സാമൂഹിക പ്രതിബദ്ധതയുടെ ഭാഗമാണെന്ന് തിരിച്ചറിയാനും വളർന്നു വരുന്ന സമൂഹത്തിനും എന്ത് ചെയ്യേണ്ടത്, ബോധ്യപ്പെടേണ്ടതുണ്ട്. അതിനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ക്ലൈമറ്റിൽ. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാരണം, മാറേണ്ട, ചിന്തിക്കേണ്ട ഒരു കോണ്ടെക്സ്റ്റാണ് ഞാൻ പറയുന്നത്, ജോബ് ഷിഫ്റ്റിംഗ്. അതുകൊണ്ടാണ് NEPയിലും NCFലും ഒക്കെ മൾട്ടി ഡിസിപ്ലിനറി സബ്ജക്റ്റുകൾക്ക് കൊടുക്കാനുള്ളത്. ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ജോലി, ഉദാഹരണത്തിന് പഴയ കാലത്ത് മാനുവലായി ചെയ്തുകൊണ്ടിരിക്കുന്ന അക്കൗണ്ടിങ് ഇന്ന് കമ്പ്യൂട്ടറൈസ്ഡ് ചെയ്തപ്പോൾ, കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൽ നിന്ന് AI അനലൈസ് ചെയ്യുന്ന കാലഘട്ടത്തിലേക്ക് മാറിയപ്പോൾ ആ ജോബ് ഷിഫ്റ്റിംഗ് അവിടെ സംഭവിക്കുന്നുണ്ട്. ഒരുപാട് ജോബ്, ഞാനൊരു ഉദാഹരണം മാത്രം, ഈവൻ ഡ്രൈവേഴ്സിന്റെ ജോബ് പോലും ഷിഫ്റ്റ് ചെയ്യപ്പെടുന്നു, അല്ലെ? നമ്മൾ ആലോചിച്ച് നോക്കിയ എല്ലാ ജോബുകളും ഷിഫ്റ്റ് ചെയ്യപ്പെടുമ്പോൾ ആ പുതിയ കാലഘട്ടത്തിൽ ഏത് ജോബാണോ ഞാൻ ചെയ്യേണ്ടത് അതിനനുസരിച്ച് മാറാൻ, അതുകൊണ്ടാണ് ഹയർ എഡ്യൂക്കേഷനിൽ ഫിസിക്സ് പഠിക്കുന്ന കുട്ടിക്ക് എക്കണോമിക്സ് പഠിക്കാനും പൊളിറ്റിക്സ് പഠിക്കാനും ഒക്കെ ഹോണേഴ്സ് ഡിഗ്രിയിൽ അവസരം നൽകിയിട്ടുള്ളത്. പുതിയ കാലഘട്ടത്തിനനുസരിച്ച് മാറുകയാണ്. പണ്ട് ഫിസിക്സ് എടുത്ത് പഠിക്കുകയാണെങ്കിൽ സബ്സിഡിയറി ആയിട്ട് മാത്സോ കെമിസ്ട്രിയോ പഠിക്കണം, അല്ലെ? ആ തരത്തിലുള്ള ഒരു ഡിഗ്രി UG സിസ്റ്റത്തിൽ നിന്ന് ഇന്ന് മാറി, ഇന്ന് നമ്മൾ കോളേജുകളിൽ ഈ വർഷവും കഴിഞ്ഞ വർഷമൊക്കെ ഹോണേഴ്സ് ഡിഗ്രിക്ക് അഡ്മിഷൻ എടുത്തു കൊടുത്ത കുട്ടികളോട് ചോദിച്ചാൽ അറിയാം അവർ പഠിക്കുന്ന, അല്ലെങ്കിൽ നമുക്കതിൻ്റെ NEP വായിച്ചു നോക്കിയാൽ അറിയാം, മൾട്ടി ഡിസിപ്ലിനറി ആണ്. കാരണം ഏത് ജോലി വന്നാൽ, ഒരു പക്ഷേ ഫിസിക്സ് പഠിച്ച കുട്ടി ഒരു എക്കണോമിക്സിൽ ബോധമുണ്ടാവണം, ഫിസിക്സ് പഠിക്കുന്ന കുട്ടിക്ക് ബയോളജി അറിയണം. കഴിഞ്ഞ വർഷം IIT ഹൈദരാബാദിൽ ഒരു വിസിറ്റിന് പോയ സമയത്ത് അവിടെ കാണാൻ സാധിച്ചത്, ഫിസിക്സ് ലാബിൽ അവർ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഇഞ്ചക്ഷൻ, അതായത് എങ്ങനെ ഒരു വെയിൻസ് കാണാത്ത ആൾക്ക് ഇഞ്ചക്ഷൻ എടുക്കാം എന്നുള്ളതാണ്. അപ്പൊ നമ്മളവിടെ പോയി നോക്കുമ്പോൾ അതിനെ കണ്ട് കൈ നമ്മളിങ്ങനെ വെച്ചു കൊടുക്കുന്നു. വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വെയിൻസ് എവിടെയാണോ വരുന്നത് അവിടെ വന്നിട്ട് AIയുടെ സഹായത്തോടു കൂടിയുള്ള ഒരു ഡിവൈസ് വന്ന് മാർക്ക് ചെയ്ത് അത് പോയി അതിന് സിറിഞ്ച് കണക്ട് ചെയ്ത് വരുന്നു. ആ സിറിഞ്ച് കണക്ട് ചെയ്ത് നമുക്ക് വയസ്സായ ആളുകൾക്കൊക്കെ ഒരു പക്ഷേ ഈ വെയിൻസ് നെർവ്സ് ഒക്കെ കിട്ടാതിരിക്കുന്ന സമയത്ത് അത് കണക്ട് ചെയ്യാനുള്ള ഡിവൈസിനെ കുറിച്ചുള്ള റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ റിസർച്ച് നടത്തുമ്പോൾ ഒരു ബയോളജി റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻറ് വേണം, അല്ലെങ്കിൽ ഫിസിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻറ് വേണം, കെമിസ്ട്രി റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻറ് വേണം. അപ്പോൾ എല്ലാ സബ്ജക്റ്റുകളും മൾട്ടി. അതുപോലെ തന്നെ മറ്റൊരു ഉദാഹരണം, എൻ്റെ പിന്നെ ബ്രദറിൻലോ പിന്നെ ജെൻ റോബോട്ടിക്സ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ, അതായത് ഈ കേരളത്തിലുള്ള ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയാണ്, തിരുവനന്തപുരം ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്നതാണ്. അവർ ആദ്യം കണ്ടുപിടിച്ചത് മാൻഹോൾ ക്ലീനിങ്ങിനുള്ള റോബോട്ടാണ്. ഇപ്പോൾ G-Gator എന്ന് പറയുന്ന ഒരു റോബോട്ടിനെ അവർ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. അതെന്തിനാണ്? ഫിസിയോതെറാപ്പി ചെയ്യാൻ വേണ്ടി G-Gator എന്ന് പറയുന്ന ഒരു റോബോട്ടിനെ ഉപയോഗിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ ഇത്തരത്തിലുള്ള കണ്ടുപിടുത്തങ്ങൾ പറയുമ്പോൾ ഒരു 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 ഡിസിപ്ലിൻ അല്ല, വ്യത്യസ്ത ഡിസിപ്ലിനിലേക്ക് മാറുമ്പോൾ സിസ്റ്റം, കമ്പ്യൂട്ടർ അല്ലെങ്കിൽ AI വന്ന് ഓരോ ഡിസിപ്ലിനിൽ നിന്നും മറ്റൊരു ഡിസിപ്ലിനിലേക്ക് കൊണ്ടുപോകാൻ ഈസി ആക്കുമ്പോൾ നിലവിലുള്ള പല ജോലികളും നഷ്ടപ്പെടുമ്പോൾ പുതിയതായിട്ടുള്ള പല ജോലികളും ഉണ്ടായി വരും. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെയൊക്കെ അഡാപ്റ്റ് ചെയ്യാൻ, ജോബ് എന്താണോ നമ്മൾ കാണുന്ന ആ ജോബിലുണ്ടാകേണ്ട ഫ്ലെക്സിബിലിറ്റി വളർന്നു വരുന്ന തലമുറയ്ക്ക് ഉണ്ടാവണം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് ആയിട്ട് പറയുന്ന കാരണം. അപ്പോൾ ജോബ് ഷിഫ്റ്റിങ്ങിന്റെ കാരണത്തിൽ അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ചില കാര്യങ്ങളെ ലേൺ ചെയ്യണം. പഴയ കാലത്തെ പഠിച്ചു, കുറച്ചു കാലം മുമ്പ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രയോഗമാണ് ലേൺ, അൺലേൺ, റീലേൺ.
ലേൺ, അൺലേൺ, റീലേൺ. ചില കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നു, ആ പഠിച്ച കാര്യങ്ങൾ നമ്മൾ മറക്കേണ്ടി വരുന്നു. ഒരു പക്ഷേ ഞാറ്, എൻ്റെ വീട് വയലിനകത്ത് അടുത്തായതുകൊണ്ട് തന്നെ പലപ്പോഴും പറയും ഞാറ് നടീൽ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഉണ്ട്. പഴയ കാലത്ത് സ്ത്രീകളിറങ്ങി പാട്ടുപാടി ഞാറ് നടീൽ നടത്തിയിരുന്നത് ഇന്ന് വന്ന് നടന്നത് മെഷീനാണ്. ആ മെഷീൻ ഇന്ന് കൊയ്തെടുക്കുന്നത് മെഷീനാണ്, ഇന്ന് മെതിക്കുന്നത് മെഷീനാണ്. ഈ മെഷീൻ കാലഘട്ടത്തിൽ ഇനി അത് വീണ്ടും പുതിയ ടെക്നോളജി അനുസരിച്ച്, പുതിയ മാറ്റങ്ങൾ അനുസരിച്ച് വീണ്ടും മാറുമ്പോൾ, പ്രിയമുള്ളവരെ, നമ്മൾ ആലോചിച്ച് നോക്കാം, നമ്മൾ അതിനനുസരിച്ച് മാറേണ്ടതില്ലേ? അവിടെ വർക്ക് നമുക്ക് അതിനനുസരിച്ച് ഫ്ലെക്സിബിൾ ആക്കേണ്ടതില്ലേ? അതുപോലെ തന്നെ നമ്മൾ മറ്റൊരു പ്രൊഫഷണൽസിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഈ പ്രഷർ കൂടുതലാണ്. പൊതുവെ പ്രഷർ കൂടുമ്പോൾ അത് ഇമോഷണലി നമ്മളെ ബാധിക്കും. എന്താ പറഞ്ഞേ? ഒരുപാട് ആളുകൾ നമുക്കറിയാം, കേട്ടില്ല. ഒരുപാട് ആളുകൾ നമുക്കറിയാം ഇതിലൊക്കെ പറയാന്ന് പ്രൊഫഷണൽസ് ആണ്. ഈ പ്രൊഫഷണൽസ് ചെയ്യുന്ന സമയത്ത് നമുക്കൊക്കെ വർക്ക് പ്രഷറാണ്, ഒരുപാട് വർക്ക് പ്രഷർ ഉണ്ട്. ആ വർക്ക് പ്രഷറിനനുസരിച്ച് നമ്മൾ മാറേണ്ടതില്ല. കാരണം സത്യത്തിൽ 24 hours ആണ് എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും ഉള്ളത്. ഈ 24 hours എങ്ങനെ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യുന്നു എന്നുള്ളതാണ് അഡാപ്റ്റബിലിറ്റിയുടെ മറ്റൊരു ഭാഗം. അവിടെയാണ് പ്രഷർ, ഈ വർക്ക് പ്രഷറൊക്കെ നമുക്ക് ഉണ്ടാകുന്നത്. ജോബ് ചെയ്യുന്ന സമയത്ത് ജോബ് ചെയ്യുകയും ഫാമിലി ചെയ്യുന്ന സമയത്ത് ഫാമിലിയുമായിട്ട് ഇടപെടുക, അത് വളരെ പ്രധാനപ്പെട്ട ഒരു അഡാപ്റ്റബിലിറ്റിയുടെ മറ്റൊരു കാര്യമാണ്. അതെന്താ കാരണം? പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ ലൈഫ് ബാലൻസ് പലപ്പോഴും ഇന്ന് പല ആളുകളുടെയും ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കാരണമാണ് ഈ പറയുന്ന കാര്യം. എക്സ്ക്യൂസ് മീ, ആരോ ഒരാൾ അൺമ്യൂട്ട് ചെയ്യാവോ? ആരായിരുന്നു? ജെസ്സി. ഓക്കെ, താങ്ക് യു. പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ ബാലൻസിങ്ങിന് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണത്. നമ്മുടെ ജീവിതത്തിൽ നമ്മളൊക്കെ തിരക്ക് പിടിച്ചാണ്. രാവിലെ ഏർലി മോർണിംഗ് മുതൽ വൈകുന്നേരം 10 മണിക്കും അവസാനിക്കാത്ത, 11 മണിക്കും അവസാനിക്കാത്ത ബിസി ഷെഡ്യൂളിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഫാമിലിയുമായി, നമ്മുടെ മക്കളുമായി, നമ്മുടെ സ്പൗസുമായി എത്ര നേരം സമയം കണ്ടെത്താൻ നമ്മൾ ശ്രമിക്കുന്നു? അവിടെയാണ് ഈ ഈ ഈ അഡാപ്റ്റബിലിറ്റിയുടെ, ഫ്ലെക്സിബിലിറ്റിയുടെ മറ്റൊരു തത്വം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇങ്ങനെ നമ്മൾ ചെയ്താൽ നമുക്ക് ഒരുപാട് ബെനിഫിറ്റ്സുകളുണ്ട്. എന്താണ് നമുക്കുണ്ടാകുന്ന ബെനിഫിറ്റ്സ്? നമുക്ക് നമ്മുടെ വീട്ടിലുണ്ടാകുന്ന, നമ്മുടെ സമൂഹത്തിലുണ്ടാകുന്ന, നമ്മുടെ വർക്ക് പ്ലേസിലുണ്ടാകുന്ന പ്രോബ്ലംസെ നമുക്ക് തന്നെ സോൾവ് ചെയ്യാൻ പറ്റും. നമുക്ക് തന്നെ ഡിസിഷൻ മേക്കിംഗ് നടത്താൻ വേണ്ടി പറ്റും. നമുക്ക് തന്നെ നമ്മുടെ സ്ട്രെസ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. നമുക്കുണ്ടാകുന്ന നമ്മളെ അതിനെ വിട്ടുകൊടുക്കാൻ, അതിനെ മനസ്സുകൊണ്ട്, കൊഗ്നിറ്റീവ് ഫ്ലെക്സിബിലിറ്റി ഞാൻ പറഞ്ഞല്ലോ, മനസ്സുകൊണ്ടൊന്ന് വിട്ടുകൊടുക്കാൻ. അങ്ങനെ വിട്ടുകൊടുത്തതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണല്ലോ അമ്മ. അൺകണ്ടീഷണൽ ലവ്, അല്ലെങ്കിൽ ഏറ്റവും നന്നായി, മനോഹരമായി, ഫ്ലെക്സിബിളായി, അഡാപ്റ്റബിളായി നമ്മളോട് ചെലവഴിച്ച, ഏത് സാഹചര്യങ്ങളിലും കോപ്പപ്പ് ചെയ്തു പോകുന്ന വ്യക്തിയുടെ പേരാണല്ലോ അമ്മ എന്ന് പറയുന്നത്. നമ്മൾ ആലോചിക്കാറുണ്ട്, അവർ അൺകണ്ടീഷണൽ ആണല്ലോ. നമ്മുടെ ഏത് സിസ്റ്റവും, എത്രയും വളരെ വെറുക്കപ്പെട്ട, നാട്ടുകാർ വെറുക്കപ്പെട്ട മകനായിരുന്നാൽ പോലും ആ മകനെ ചേർത്ത് പിടിക്കുന്ന, സ്നേഹത്തോടെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ആ വ്യക്തിയുടെ പേരാണ് അമ്മ. അവർ അഡാപ്റ്റബിൾ ആണ്, അവർക്ക് സ്ട്രെസ് റിഡക്ഷൻ, അവരുടെ മെന്റൽ ഹെൽത്ത് ഓക്കെയാണ് മകനുമായിട്ട് എന്ത് തെറ്റ് ചെയ്താൽ. അതുപോലെ തന്നെ പ്രൊഡക്ടിവിറ്റി ഉണ്ടാവണമെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം. പ്രൊഡക്ടിവിറ്റി ഉണ്ടാവണമെങ്കിൽ ഫ്ലെക്സിബിൾ ആയിരിക്കണം, അഡാപ്റ്റബിൾ ആയിരിക്കണം. റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ഫ്ലെക്സിബിൾ ആയിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ അമ്മയുടെ പേര് നേരത്തെ പറഞ്ഞത്. കൽപ്പറ്റ നാരായണൻ സാർ എഴുതിയ ആശ്വാസം എന്ന് പറയുന്ന കവിത നിങ്ങൾക്കൊക്കെ അറിയുന്നതാണ്. എന്നാൽ പോലും അതിന്റെ കുറച്ച് വരികൾ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. ആശ്വാസം. അമ്മ മരിച്ചപ്പോ ആശ്വാസമായി, അമ്മ മരിച്ചപ്പോ ആശ്വാസമായി. ഇനി എനിക്ക് അത്താഴ പഷ്ണി കിടക്കാം, ആരും സ്വൈര്യം കെടുത്തില്ല. ഇനി എനിക്ക് അത്താഴ പഷ്ണി കിടക്കാം, ആരും സ്വൈര്യം കെടുത്തില്ല. ഇനി എനിക്ക് ഉണങ്ങിപ്പാറും വരെ തല തുവർത്തണ്ട, ആരും ഇഴവിടർത്തി നോക്കില്ല. ഇനി എനിക്ക് ഉണങ്ങിപ്പാറും വരെ തല തുവർത്തണ്ട, ആരും ഇഴവിടർത്തി നോക്കില്ല. ഇനി എനിക്ക് കിണറിന്റെ അൾമറയിലിരുന്ന് ഉറക്കം തൂങ്ങിക്കൊണ്ട് പുസ്തകം വായിക്കാം, പാഞ്ഞെത്തുന്നൊരു നിലവിളി എന്നെ ഞെട്ടിച്ചുണർത്തില്ല. ഇനി എനിക്ക് കിണറിന്റെ അൾമറയിലിരുന്ന് ഉറക്കം തൂങ്ങിക്കൊണ്ട് പുസ്തകം വായിക്കാം, പാഞ്ഞെത്തുന്നൊരു നിലവിളി എന്നെ ഞെട്ടിച്ചുണർത്തില്ല. ഇനി എനിക്ക് സന്ധ്യാസമയത്ത് പുറത്തിറങ്ങാൻ ടോർച്ചെടുക്കേണ്ട, വിഷം തീണ്ടി രോമത്തുളയിലൂടെ ചോരവാർന്നു ചത്ത അയൽക്കാരനെ ഓർത്ത് ഉറക്കത്തിൽ ഞെട്ടിയെണീറ്റിരുന്ന മനസ്സിന്നലെ ഇല്ലാതായി. ഇനി എനിക്ക് സന്ധ്യാസമയത്ത് പുറത്തിറങ്ങാൻ ടോർച്ചെടുക്കേണ്ട, വിഷം തീണ്ടി രോമത്തുളയിലൂടെ ചോരവാർന്നു ചത്ത അയൽക്കാരനെ ഓർത്ത് ഉറക്കത്തിൽ ഞെട്ടിയെണീറ്റിരുന്ന മനസ്സിന്നലെ ഇല്ലാതായി. ഇനി എനിക്ക്
എത്തിയേടത്തുറങ്ങാം, ഞാൻ എത്തിയാൽ മാത്രം കെടാറുള്ള വിളക്കുള്ള വീടിന്നലെ കെട്ടു. ഇനി എനിക്ക് എത്തിയേടത്തുറങ്ങാം, ഞാൻ എത്തിയാൽ മാത്രം കെടാറുള്ള വിളക്കുള്ള വീടിന്നലെ കെട്ടു. അമ്മ മരിച്ചപ്പോൾ ആശ്വാസമായി. അതിൻ്റെ ബാക്കി കുറച്ച് വരികൾ കൂടിയില്ല. നമ്മൾ ആലോചിച്ച് നോക്കി, എത്ര മനോഹരമായിട്ടാണ് നമ്മളെ അഡാപ്റ്റ് ചെയ്തത്, എത്ര മനോഹരമായിട്ടാണ് നമ്മളെ ചേർത്ത് പിടിച്ചത്. ഏത് കാലഘട്ടത്തിനും നമുക്കനുസരിച്ച് ജീവിക്കാൻ, നമ്മളെ സ്മാർട്ടായി അഡാപ്റ്റ് ചെയ്യാൻ നമുക്ക് അമ്മയ്ക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായും ഈ വരുന്ന ലോകത്ത്, മാറുന്ന ലോകത്ത്, ചേഞ്ച് ചെയ്യുന്ന ലോകത്ത്, വുക്കാ പീരീഡിൽ നമ്മുടെ കുട്ടികളെയും നമ്മുടെ സഹപ്രവർത്തകരെയും നമ്മുടെ സമൂഹത്തെയും നമ്മുടെ സഹോദരന്മാരെയും, അല്ലേ, ജാതി മതഭേദമന്യേ ചേർത്ത് പിടിക്കാൻ നമുക്ക് സാധിക്കാൻ ഈ ഒരു ക്വാളിറ്റി എനിക്കും നിങ്ങൾക്കും ഉണ്ടാവട്ടെ എന്ന ആശംസയോടെ, പ്രാർത്ഥനയോടെ. താങ്ക് യു വെരി മച്ച്.